ചില പാർട്ടികളിലെ കുടുംബാധിപത്യം, പ്രത്യേകിച്ച് CPM-ലെ കുടുംബാധിപത്യം നമ്മൾ അറിയാലോ. ഗോവിന്ദമാഷും ഭാര്യയും പിണറായി മനുമോനാണ് CPM എന്ന പാർട്ടി ഇന്ന് കേരളത്തില്. അതിനെതിരെ ശബ്ദിക്കാൻ അതിന്റെ സാധാരണ പ്രവർത്തകന് പോലും ഭയമാണ്. എന്തൊരു അവസ്ഥയാണ് നോക്കിയേ കേരളത്തിലെ CPM-ന്റെ അവസ്ഥ. ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടിക്കാർ 85 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ ഭയക്കുന്നു, അയാളുടെ മരുമകനെ ഭയക്കുന്നു. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി മന്ത്രിയാക്കാൻ ശ്രമിച്ച പാർട്ടി സെക്രട്ടറിയെ ഭയക്കുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് ഭയമാണ്. എത്ര ദയനീയമാണ് CPM-ന്റെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ ഇത്രയും ഗതികേട്? നേതാക്കളെ ഭയന്ന് നടക്കുന്ന ഗതികെട്ട അണികൾ നിലവിൽ CPM അല്ലാതെ ആരാണ് കേരളത്തിലുള്ളത്? ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് TVKയുടെ സാധ്യതകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. TVKയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി സ്വാഭാവികമായിട്ടും തളർത്തുക CPM-നെയാണ്. കാരണം CPM-ന്റെ അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാരാണ് തമിഴ്നാട്ടിൽ TVK വിജയിപ്പിച്ചത്. TVK ഇവിടെ ലോഞ്ച് ചെയ്യുന്ന പക്ഷം, അടിസ്ഥാന ജനങ്ങളുമായി സംസാരിക്കുന്ന പക്ഷം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പക്ഷം ഉറപ്പായിട്ടും CPM-ന്റെ അടിത്തറ ഇളകി നശിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തമിഴ്നാട്ടിലെ മിന്നും വിജയത്തിന് പിന്നാലെ കേരളം ലക്ഷ്യമിട്ട് TVK ഇറങ്ങുകയാണ്. കേരളത്തിൽ പിടിമുറുക്കാനായി TVK ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ടാഗ് ലൈനോട് കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. വിജയുടെ ആരാധകരുടെ കൂട്ടമായ അവരുടെ സംഘടനയായ വിജയ് ഫാൻസ് അസോസിയേഷൻ എന്ന വിജയ് മക്കൾ ഇയക്കം അത് TVK പാർട്ടിയായി മാറുകയാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ് ഫാൻസ് ഉള്ളത് കേരളത്തിൽ. അവിടെ നിന്ന് തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയ ആദ്യ കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ പ്രവർത്തനം വിപുലീകരിക്കാനുമാണ് നീക്കം. ഇപ്പോൾ പാലക്കാട് വലിയ പങ്കാളിത്തം തന്നെയാണ് വിജയ് ഫാൻസ്. ഒരുപാട് പേർ ഒത്തുകൂടിയിട്ടുണ്ട്. 200ഓളം ആളുകളാണ് ഇവിടെ ഈ ഹാളിൽ ഒത്തുകൂടി പരിപാടിയിലുള്ളത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അണിനിരന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷം മുമ്പ് തന്നെ ഇതിന്റെ എല്ലാം അടിത്തറയൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. 14 ജില്ലയിലുള്ള എല്ലാ നേതാക്കൾക്കും അവിടെ അറിയാം, ചെന്നൈയിൽ അറിയാം. അഖിലേന്ത്യാ സെക്രട്ടറി ബുസി ആനന്ദ് സാറാണ്. അപ്പോൾ അവർക്ക് അറിയാം. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈൻ വഴി. കേരളം മാറും, തമിഴ്നാട് മാറിയില്ലേ? കേരളം ഒരു മാറ്റം വേണം എന്നുള്ളതാണ് പ്രവർത്തകരുടെയും ഇവിടെയുള്ള സാധാരണക്കാരുടെയും എല്ലാവരുടെയും മനസ്സിലുള്ളത്. അവർക്കുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. സ്ത്രീകൾക്ക് മുൻനുറിമയാണ് നമ്മുടെ അണ്ണൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോ പാലക്കാടിലുള്ള കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും ധൈര്യത്തിൽ വരാം. ഇവരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. കേരളത്തിന് മാറ്റം അനിവാര്യമാണ്. ഉറപ്പായും കേരളത്തിൽ മാറ്റം ഉണ്ടാവും. കൂടുതൽ വനിതാ പ്രവർത്തകരൊക്കെ വരുമോ പാർട്ടിയിലേക്ക്? തീർച്ചയായിട്ടും വരും. നമ്മുടെ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ കൂട്ടമെല്ലാം വോട്ടാ മാറുമാ, ഇവിടെയും അത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ വിജയ ആരാധകരുടെ കൂട്ടം ഒരുമിച്ചപ്പോൾ തമിഴ്നാട്ടിൽ DMK-യുടെ ഭാഗത്തു നിന്ന് ഉയർന്നൊരു വിമർശനമായിരുന്നു കൂട്ടമെല്ലാം വോട്ടായി മാറുമെന്ന്. കമലഹാസനാണ് ആ പ്രയോഗം ഉന്നയിച്ചത്. ഇപ്പോൾ ഇവിടെയും അത് പറയുകയാണ്, കൂട്ടമെല്ലാം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ചകളിൽ ഒന്നാണ് തമിഴ് വെട്രിക്കഴകം എന്ന വിജയുടെ പാർട്ടി കേരളത്തിലേക്കും വ്യാപിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്തരത്തിലായിരിക്കും കേരളത്തിലേക്ക് TVK പാർട്ടി വ്യാപിച്ചാൽ അതിനിവിടെ വേരുറപ്പിക്കാൻ സാധിക്കുമോ? അത് എത്തരത്തിലാണ് കേരള രാഷ്ട്രീയ സമൂഹത്തിൽ വ്യാപിക്കുക? ഇത്തരം ചോദ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന ഒരു പ്രധാന കാര്യം. എന്നാൽ മറ്റു ചിലര് ഇതിനെയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്നുണ്ട്. കേരളം പ്രബുദ്ധരുടെ നാടാണ്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊന്നും കേരളത്തിൽ നടക്കൂല, സിനിമാ താരങ്ങളൊന്നും കേരളത്തിൽ വിജയിച്ച് കയറാൻ പോകുകയില്ല, കേരളം ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇവർ ഈ പറയുന്ന പ്രബുദ്ധ കേരളമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല ഇവരുടെ വാദങ്ങൾ. കേരള രാഷ്ട്രീയത്തെയും തമിഴ്നാട് രാഷ്ട്രീയത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇവർ ഈ പറയുന്ന കേരളം പ്രബുദ്ധരുടെ നാടാണ്, ഇവിടെ സിനിമാ താരങ്ങൾക്ക് ചാൻസ് ഇല്ല, തമിഴ്നാട് മാതൃകയൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല, ഇത്തരം വാദക്കാരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരിക. ചിരിക്കപ്പുറം ഇക്കൂട്ടർക്കൊന്നും യാഥാർത്ഥ്യവുമായി, പുതിയ രാഷ്ട്രീയ സാഹചര്യവുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള യാഥാർത്ഥ്യം ശക്തമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ രീതിയിലാണ് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസവും പ്രതീക്ഷയൊക്കെ ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഒരു വിശ്വാസമൊക്കെ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി. ഒരു കാലത്ത് തൊഴിലാളികൾക്ക് വേണ്ടിയും അധ്വാന വർഗത്തിനും വേണ്ടിയും പടപൊരുതിയിരുന്ന ഇടതുപക്ഷം ഇന്ന് ചില നേതാക്കന്മാരും അവരുടെ കുടുംബങ്ങളും ഭരിച്ചു മുടിക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറി. നേതാക്കന്മാരുടെ സ്വന്തം അണികൾ തന്നെ നിങ്ങളൊന്ന് രാജിവെച്ച് പുറത്തു പോകൂ എന്ന് പറഞ്ഞിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസ്ഥ CPM-നകത്ത് ഇന്നുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്ന
CPIM പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ 83 വയസ്സാണ് പ്രായം. സ്വന്തം കാര്യത്തിൽ ഇതൊന്നുമില്ല, മറ്റുള്ള ആളുകൾക്കൊക്കെ 75 വയസ്സ് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടിയെ ഒരു കുടുംബ പ്രസ്ഥാനമാക്കി ചില ആളുകൾ മാറ്റി. ഈ അമർഷം ഈ പാർട്ടി അണികൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. വിജയ് എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ പോലെ തന്നെ ശക്തമായിട്ടുള്ള സ്വാധീനം കേരളത്തിലും ഉണ്ട്. അദ്ദേഹത്തിന് വലിയൊരു വിഭാഗം ആരാധക വൃന്ദമുണ്ട്. മറ്റുള്ള ഫാൻസുകാരെ പോലെ നിങ്ങൾ വിജയ് ഫാൻസിനെ കാണരുത്. അവര് വെൽഫെയർ രംഗത്ത് വലിയ രീതിയിൽ സർവീസ് ചെയ്യുന്നവരാണ്. വ്യക്തിപരമായിട്ട് എനിക്കും അറിയാം, ഞാനൊക്കെ ജീവിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് അങ്ങേയറ്റം ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലമായാൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയാണ് വിജയ് ഫാൻസ്. അങ്ങനെ കേവലം കട്ടൗട്ട് വെക്കലും അതിൽ പാലൊഴിക്കലും പോലുള്ള കോപ്രായങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടും ഇവർ കാര്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ കാണാത്തത് ഒരുപാടുണ്ട്. നമ്മൾ കണ്ടതൊക്കെ കുറച്ചുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. വേനൽക്കാലത്തെ വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല, പാവപ്പെട്ടവർക്കുള്ള മരുന്ന്, വീട് വെക്കൽ, കല്യാണം, വീൽ ചെയർ വിതരണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിജയ് ഫാൻസ് കേരളത്തിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കും. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് TVK എന്നൊരു രാഷ്ട്രീയ രൂപം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷനായി അവർ സ്വീകരിക്കും. സ്വാഭാവികമാണത്. ഇത് മാത്രമല്ല, TVK എന്നത് വിജയ് എന്നൊരു താരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയല്ല. അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സന്ദേശങ്ങൾക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അഴിമതി തുടച്ചു നോക്കും. ജാതി മതങ്ങൾക്കപ്പുറം കഷ്ടപ്പെടുന്ന മനുഷ്യനെ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ജാതിക്കും മതത്തിനും അപ്പുറം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെയാണ് TVK അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത്ര വലിയൊരു വിജയം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വന്നാൽ ആരാണ് അതിനെ എതിർക്കുക? ആർക്കാണ് ആ രാഷ്ട്രീയത്തോടൊപ്പം ചേരാതിരിക്കാൻ സാധിക്കുക? തമിഴ്നാട്ടിൽ അഴിമതി ഇല്ലാതാക്കാൻ വിജയ് ചെയ്ത പരിപാടി എന്താ ഞങ്ങൾക്കറിയോ? അഴിമതി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ അത് കേവലം 500 രൂപയായാൽ പോലും തെളിവ് സഹിതം ഈ വിവരം സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ അറിയിക്കുന്ന ആൾക്ക് 1 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്രമേൽ 3 മാസം കൊണ്ട് തമിഴ്നാടിനെ അഴിമതി വിമുക്തമാക്കുമെന്ന് വിജയ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രഖ്യാപനം കേരളത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ അടിസ്ഥാന വിഭാഗം TVK പിന്തുണക്കും. അത് അവർ രാഷ്ട്രീയ പ്രബുദ്ധരാവാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് രാഷ്ട്രീയ പ്രബുദ്ധർ ആയതുകൊണ്ടാണ്. പിന്നെ കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരിഹസിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ 3 പാർട്ടികൾക്ക് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. വർഷങ്ങളായി ഈ 3 പാർട്ടികളെയാണ്, 3 മുന്നണികളെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷക്ക് അനുസരിച്ച് ഉയരാൻ ഇന്നേ വരെ ഈ പാർട്ടികൾക്കൊന്നും സാധിച്ചിട്ടുമില്ല. അങ്ങനെ പൊതുജനത്തിന്റെ പ്രതീക്ഷക്കനുസരിച്ച് വളരാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരമായി വോട്ട് കൊടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് പ്രബുദ്ധരാവുക? പിന്നെ ഈ പ്രബുദ്ധർ എന്ന് പറയുന്നത് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. കേരളത്തിലെ വോട്ടർമാരെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രബുദ്ധർ എന്നൊക്കെ പറഞ്ഞ് പൊക്കി വിട്ടാല് മറ്റൊരു പാർട്ടിയിലേക്കും വോട്ട് പോകില്ല. അത്തരത്തിലൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ വോട്ടർമാർ പ്രബുദ്ധരാണെന്ന് ഇവർ പറഞ്ഞിറക്കുന്നതിന്റെ കാര്യം. അല്ലാതെ ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരേ അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം അവന്റെ ദൈവങ്ങളോ അവന്റെ മതങ്ങളോ ഇത്തരം കാര്യങ്ങളോ ഒന്നല്ല. ഭീമമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അതിക്രമങ്ങൾ, ഭരണത്തിലെ അഴിമതി, ഭരണകൂടത്തിന്റെ അഹങ്കാരം, ചില പാർട്ടികളിലെ കുടുംബാധിപത്യം, പ്രത്യേകിച്ച് CPM കുടുംബാധിപത്യം. നമ്മൾ അറിയാലോ, ഗോവിന്ദമാഷും ഭാര്യയും പിണറായി മനുമോനാണ് CPM എന്ന പാർട്ടി ഇന്ന് കേരളത്തിലെ. അതിനെതിരെ ശബ്ദിക്കാൻ അതിന്റെ സാധാരണ പ്രവർത്തകന് പോലും ഭയമാണ്. എന്തൊരു അവസ്ഥയാണ് നോക്കിയേ കേരളത്തിലെ CPM അവസ്ഥ. ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടിക്കാർ 85 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ ഭയക്കുന്നു, അയാളുടെ മരുമകനെ ഭയക്കുന്നു. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി മന്ത്രിയാക്കാൻ ശ്രമിച്ച പാർട്ടി സെക്രട്ടറിയെ ഭയക്കുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് ഭയമാണ്. എത്ര ദയനീയമാണ് CPM ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ ഇത്രയും ഗതികേട്? നേതാക്കളെ ഭയന്ന് നടക്കുന്ന ഗതികെട്ട അണികൾ നിലവിൽ CPM അല്ലാതെ ആരാണ് കേരളത്തിലുള്ളത്? ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് TVKയുടെ സാധ്യതകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. TVKയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി സ്വാഭാവികമായിട്ടും തളർത്തുക CPM-നെയാണ്. കാരണം CPM-ന്റെ അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്നത് സാധാരണക്കാരാണ് തമിഴ്നാട്ടിൽ TVK വിജയിപ്പിച്ചത്. TVK ഇവിടെ ലോഞ്ച് ചെയ്യുന്ന പക്ഷം
അടിസ്ഥാന ജനങ്ങളുമായി സംസാരിക്കുന്ന പക്ഷം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പക്ഷം ഉറപ്പായിട്ടും CPM-ന്റെ അടിത്തറ ഇളകി നശിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തന്നെ കുടുംബാധിപത്യത്തിൽ വീർട്ടുന്ന ആ പാർട്ടിക്ക് TVKയുടെ വരവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാവുകയാണ്. മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം മതേതരം എന്നൊരു വാക്ക് അവർ ഇതിനോടകം തന്നെ അവരുടെ നിലപാടിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞു. പക്ഷെ TVKയെ സംബന്ധിച്ചിടത്തോളം അതല്ല, അതൊരു മതേതര പാർട്ടിയാണ്, മതേതര കാഴ്ചപ്പാടാണ് അതിന്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് തന്നെ TVK കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി CPM-ന്റെ മൂലക്കല്ല് ഇളകിപ്പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നോ രണ്ടോ നേതാക്കന്മാരെയോ അവരുടെ മരുമക്കളെയോ അവരുടെ ഭാര്യമാരെയോ പേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന CPM-ലെ സാധാരണക്കാർക്ക് TVKയുടെ വരവ് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലാണ് ആശ്വാസം പകരുക എന്ന് മാത്രമല്ല, CPM-ന്റെ വോട്ട് ബാങ്കായ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് തമിഴ്നാട്ടിൽ TVKയുടെ വോട്ട് ബാങ്ക്. അത്തരം ഒരു വോട്ട് ഷിഫ്റ്റിംഗ് ഇവിടെ സംഭവിച്ചാൽ CPM പൂർണ്ണമായും ഇല്ലാതാകുകയും TVK എന്ന പ്രസ്ഥാനം കേരളത്തിൽ വലിയൊരു ശക്തിയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല കേരളത്തിലെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യുവാക്കൾക്കാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം CPM എന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ്. ഒരു ഏകാധിപത്യ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നിലവിൽ CPM-നുള്ളത്. ഇത്തരം ഏകാധിപത്യ നടപടികളോടൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ യാതൊരു രീതിയിലും സഹകരിക്കില്ല. അവരുടെ മുന്നിലേക്കാണ് മറ്റു കുറെ സാധ്യതകളുമായി TVK എൻട്രി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ TVKയുടെ ഒപ്പം പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കേരളം പ്രബുദ്ധരുടെ നാടാണ്, അതുകൊണ്ട് TVKക്ക് ഇവിടെ സാധ്യതകളൊന്നുമില്ല. ഇങ്ങനെ പറയുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ഞാനും ചോദിക്കട്ടെ, ജനങ്ങൾ ഒരു പാർട്ടിക്ക് മാത്രം പതിവായി വോട്ട് കൊടുക്കുന്നത് എന്താ പ്രബുദ്ധതയാണോ? അതെങ്ങനെ പ്രബുദ്ധത എന്ന് പറയുക? അതോ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറാവുന്നതാണോ പ്രബുദ്ധത? ഏതാണ് പ്രബുദ്ധത? നിങ്ങൾ തന്നെ പറ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വിലയിരുത്തേണ്ടത് അതിന്റെ നേതാവ് സിനിമാ നടനായിരുന്നു, അതുകൊണ്ട് ഇവിടെ വിജയിക്കില്ല, ഇങ്ങനൊന്നും അല്ല. പ്രബുദ്ധമായ കേരളമേ, പ്രബുദ്ധരായ കേരളക്കാരെ, നിങ്ങളോട് പറയുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വിലയിരുത്തേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാവ് സിനിമാക്കാരനാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല. അദ്ദേഹം സിനിമാക്കാരനായതുകൊണ്ട് നല്ലൊരു ഭരണാധികാരി ആവില്ല എന്ന് ആര് കണ്ടു? ഒരു പക്ഷേ തമിഴ്നാട്ടിൽ TVKയുടെ പ്രവർത്തനം മികച്ചൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എന്ന അവരുടെ നിലപാടിനെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, കേരളത്തിൽ അവർ പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്ന പക്ഷം TVK എന്നത് കേരളത്തിലെ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സാധ്യതകളിൽ ഒന്ന് തന്നെയാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു സ്വാഭാവിക പ്രവണത മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ TVK വന്ന് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാ സീറ്റും പിടിച്ചെടുത്ത് അധികാരത്തിൽ വരും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു മൂന്നാം കക്ഷിയാവാൻ ഒരു പക്ഷേ TVKക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. മാത്രമല്ല അവരുടെ തീരുമാനം വേറൊരു രീതിയിൽ എടുത്താൽ, അതായത് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ സാധിക്കുമെങ്കിൽ, അവർക്ക് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാൻ സാധിക്കുമെങ്കിൽ ആ മുന്നണിയുടെ രാഷ്ട്രീയ ധാരയുമായി TVKയുടെ രാഷ്ട്രീയ ധാര ഒത്തുപോകുന്നു എന്നാണെങ്കിൽ ഒരു പക്ഷെ ഭരണത്തിന്റെ ഭാഗമാകാൻ പോലും കേരളത്തിൽ TVKക്ക് സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. TVK എന്ന പ്രസ്ഥാനം കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്ന പക്ഷം സ്വാഭാവികമായിട്ടും അതൊരു UDF-ന്റെ ഭാഗമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യം അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തുടർച്ചയായി കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന 15 വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. അത്രയേറെ സ്വാധീനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ TVKക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ആഘാതം സംഭവിക്കാൻ പോകുന്നത് CPM-നായിരിക്കും. എന്തുകൊണ്ടാണ് CPM-നായിരിക്കും നമ്മൾ പറയാൻ കാരണം അറിയോ? TVK ലക്ഷ്യപ്പെടുന്ന രാഷ്ട്രീയ വികാരം ഇത് ഒരു കാലത്ത് CPM ആയിരുന്നു കൈവശം വെച്ചിരുന്നത്. ഇന്ന് ആ വികാരം CPM-ന് കൈമോശം വന്നു പോയി. കാരണം കുടുംബാധിപത്യമാണല്ലോ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാരം CPM-ൽ നിന്ന് കൈമോശം വന്നു പോയി. അത് മറ്റൊന്നുമല്ല, സാധാരണക്കാരുടെ ജീവിതം പറയുന്ന രാഷ്ട്രീയമാണ്. ആ വികാരം ഇന്ന് CPM-നില്ല. ആ വികാരത്തിലേക്ക് TVK എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് TVKക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത കേരളത്തിൽ നൽകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്കൊരു സംശയവുമില്ല. പിന്നെ കേരളത്തിലെ വോട്ടർമാരൊക്കെ പ്രബുദ്ധരാണെന്നും പറഞ്ഞ് അവരെ രാഷ്ട്രീയക്കാർ പറ്റിക്കണ പരിപാടിയൊക്കെ നിർത്തണം. എത്ര കാലം പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പൊക്കി പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഒരുപാട് കാലമൊന്നും അതിന് സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDF-ന് പിന്തുണ കൊടുത്തത്. പ്രബുദ്ധരല്ലെങ്കിൽ ഒരു പക്ഷേ LDF മൂന്നാം സർക്കാർ ഇവിടെ വന്നിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അക്കാര്യത്തിലൊക്കെ.
പക്ഷെ ആ പ്രബുദ്ധത TVK ഒരു തടസ്സമല്ല എന്നുള്ളതാണ് CPM ആദ്യം മനസ്സിലാക്കേണ്ടത്. എത്ര കാലം CPM ജനങ്ങളെ പ്രബുദ്ധരാണ്, നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ എത്ര കാലം നിങ്ങൾ പറ്റിക്കും? ഇത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ TVKയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി അത്ര നിസ്സാരമായി നമ്മൾ കാണണ്ട എന്നാണ് ഏറ്റവും ചുരുക്കി പറയുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്കുള്ള TVKയുടെ എൻട്രി ഭാവിയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും എല്ലാ അനാലിസിസുകൾക്ക് ശേഷം നമുക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്, TVK കേരളത്തിൽ ക്ലച്ച് പിടിക്കാനേ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആരും TVKയുടെ നേരെ കണ്ടക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഉറപ്പിച്ചോ, TVK കേരളത്തിൽ വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു സംശയവുമില്ല. കാരണം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും മനുഷ്യരിലെ അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നാണ്. ആ പ്രശ്നങ്ങളെയാണ് TVK അഡ്രസ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളായിരുന്നു മുമ്പ് ഇടതുപക്ഷം അഡ്രസ് ചെയ്തിരുന്നത്. ഇന്ന് അവർ ആ പ്രശ്നങ്ങളൊന്നും അവർ തിരിഞ്ഞു നോക്കുന്നില്ല, മാത്രമല്ല അതിനൊക്കെ അവഗണിക്കുകയും ചെയ്തു. അപ്പോൾ നിലവിൽ കേരള സമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ ഗ്യാപ്പിലേക്കാണ് TVK ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. അത് തന്നെയാവും TVK മുന്നോട്ട് നയിക്കുക എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, TVKയുടെ കേരളത്തിലേക്കുള്ള എൻട്രി CPMന് മുന്നിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ അത് ഗൗരവമായി ബാധിക്കാൻ പോകുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൽ TVK വരികയാണെങ്കിൽ അവർ എത്തരത്തിലായിരിക്കും സ്വാധീനം ചെലുത്തുക? എത്തരത്തിലായിരിക്കും അവരുടെ പൊളിറ്റിക്കൽ പെർഫോമൻസ് ഉണ്ടാവുക? കേരളത്തിൽ TVK ഒരു തരംഗമാകാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് വിട പറയുന്നു.